പ്രവാസി വെൽഫെയർ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ആദ്യം മുതൽ തന്നെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് യാക്കൂബുക്ക. എന്നെ സംബന്ധിച്ച് 10-20 വർഷക്കാലത്തെ പ്രവാസ ജീവിതത്തിൽ വെൽഫെയർ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലമതിക്കാനാകാത്ത പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ജീവകാരുണ്യ രംഗത്ത് ഇപ്പോൾ ഇവിടെ ഇസ്മായിൽക്ക പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആത്മധൈര്യം നൽകുന്നതും ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഭരണസമിതി എന്ന രീതിയിൽ പ്രവാസികളെ ചേർത്ത് പിടിക്കുക എന്നതും ജനകീയമായ അഭിപ്രായങ്ങളിലൂടെയും മുന്നോട്ട് പോകുക എന്നത് ഭരണസമിതിയുടെ ഒരു തീരുമാനമാണെന്നതുകൂടി നിങ്ങളോട് അറിയിക്കുകയാണ്. AWC UAE ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എന്നും ഡയാലിസിസ് സെൻ്ററിനോടൊപ്പം ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ നമ്മളെ അർബൻ ക്ലിനിക്ക് അത് മിക്കവാറും PGCC ട്രസ്റ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ളൊരു തുക നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് സർക്കാർ തന്നെ തരേണ്ടതാണ്. അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് മുഹമ്മദ് സാഹിബിനോടൊക്കെ ഒന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ട്രസ്റ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ വാടക ഉണ്ടാവും. ഇത്തരം സേവന പ്രവർത്തനങ്ങളിൽ, സന്നദ്ധ പ്രവർത്തനങ്ങളിൽ തന്നെ വലിയ പങ്ക് അവരുടെ ശരീരം ഒരുപക്ഷെ ഇവിടെ ഇല്ലെങ്കിലും മനസ്സ് മുഴുവൻ, അവരുടെ സമയം മുഴുവൻ, അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് മുഴുവൻ, അതിലൊരു ഭാഗം ഇതിലൊക്കെ തന്നെ നൽകാൻ സന്നദ്ധമാകുന്നു എന്നുള്ള വലിയ കാര്യമാണ്. ഇതിൽ 2 ഘടകമുണ്ട്. ഒന്ന് കൊടുക്കാനുള്ള മനസ്സാണ്. ഈ കൊടുക്കാനുള്ള മനസ്സിൻ്റെ കൂടെ തന്നെ അത് സ്വീകരിക്കുന്ന ആളുകളുടെ വിശ്വാസ്യത ഒരു പ്രശ്നമാണ്. അതും കൂടി ഇതിലെ ഒരു ഘടകമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മൾ കൊടുത്താൽ അത് ഫലവത്തായി പ്രയോജനപ്പെടും എന്നുള്ള ഒരു വിശ്വാസ്യത കേരളത്തിലെ എല്ലാ സംവിധാനങ്ങളിലും നിലനിൽക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇത് മനസ്സറിഞ്ഞ് കൊടുക്കുന്നു. ഈ രണ്ടും ഒത്താൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാവുകയുള്ളൂ. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് പൊന്നാനിലെ വിവിധ സംഗതികളിൽ ഒന്നായിട്ടുള്ള ഈ പറയുന്ന ഡയാലിസിസ് സെൻ്റർ എന്ന് പറഞ്ഞാൽ. നമ്മൾ നമ്മുടെ പ്രയത്നത്തിൻ്റെ, സമയത്തിൻ്റെ, സമ്പത്തിൻ്റെ ഒരു ഭാഗം ഏൽപ്പിക്കുമ്പോൾ അത് വെറുതെ ആയി പോയില്ല, അത് ഫലവത്തായ അർഹരിൽ എത്തും, അത് ഫലവത്തായി ഉപയോഗിക്കപ്പെടും എന്നുള്ള വിശ്വാസം അത് കൊണ്ട് അത്തരം വിശ്വാസികളായിട്ടുള്ള ആളുകൾ, വിശ്വാസമുള്ള ആളുകളാണ് ഇതൊക്കെ കൊണ്ടു നടക്കുന്നത്. അത് നഗരസഭയാണെങ്കിലും അതിന് ചുമതലയുള്ള മമ്മൂട്ടി മാഷാണെങ്കിലും. അതുകൊണ്ടാണ് കൊടുക്കുന്ന ആളുകൾക്കൊന്നും റെസീറ്റ് ബുക്കിൻ്റെ പോലും ആവശ്യമില്ല, അത് കൊടുക്കാൻ ഒരു താല്പര്യം വരുന്നത്. അത് കേരളത്തിലെ ഏതാണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും, എല്ലാ പ്രസ്ഥാനങ്ങളിലും പ്രവർത്തനത്തിൽ അത് നേളിച്ച് കാണാൻ പറ്റും. അത് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാണ് എന്ന്. ആ ശക്തി തുടരട്ടെ. നേരത്തെ പറഞ്ഞ മാതിരി ഇത് ആശംസിക്കുമ്പോൾ ഒരു ബേജാർ ഉള്ളിലുണ്ട്. ആ ബേജാർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഞങ്ങൾ കളിയാക്കി പറയും, ഇപ്രാവശ്യം ഞങ്ങൾ 100 പാവങ്ങൾക്ക് കൊടുത്തു, അടുത്ത വർഷം ഞങ്ങൾക്ക് 1000 പാവങ്ങൾക്ക് കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നതിൻ്റെ ഒരു വലിയ പൊട്ടത്തലുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്രാവശ്യം 100 ആൾക്ക് കൊടുത്താൽ അടുത്ത കൊല്ലം ഞങ്ങൾ ആർക്കും കൊടുക്കാൻ വകുപ്പില്ലാതാവട്ടെ എന്നാണ് പറയേണ്ടത്. അത്രയും പ്രയാസകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇവിടുത്തെ എന്താ പറയുക ആളുകൾ കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ഇവിടെ പറഞ്ഞ മാതിരി എങ്ങനെ ഇതിന് മറികടക്കാം, ഇത്തരം രോഗങ്ങളിൽ എങ്ങനെ മറികടക്കാം എന്നുള്ള സാമൂഹിക ജീവിത ക്രമങ്ങളിൽ വലിയ മാറ്റം വരുത്തേണ്ട ഒരു കാലം കൂടിയാണ്. എടുക്കാൻ പറ്റിയൊരു ഈ ഡയാലിസിൽ രക്ഷ പ്രാപിക്കാൻ ഒരു ശരിക്കതിൻ്റെ ഒരു നമ്മൾ എന്താ പറയുക ഇഹ്റാൻ കെട്ടിക്കാൻ മറ്റൊന്നും തെറ്റിയല്ല. നല്ലൊരു പ്രവർത്തനം വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ രക്ഷ പ്രാപിക്കാൻ ആരോഗ്യ നിലവാരം വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. ഈ ഡയാലിസിൻ്റെ പോലെയുള്ള ലിവർ ഫങ്ഷൻ ഒരുപാട് ആരോഗ്യ നിലവാരമൊക്കെ ഉണ്ട്. അത് മുനിസിപ്പാലിറ്റിൻ്റെ വൈസ് ചെയർമാൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യ നിലവാരത്തിൽ വളരെയധികം ഇത് കൊടുക്കണം. കാരണം വെച്ചാൽ വളരെ ദയനീയമായ നീക്കങ്ങൾ ഈ പൊന്നു സഹോദരന്മാർ പ്രവാസികളെ കൊണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജീവകാരൻ പ്രവാസികളെ കൊണ്ടുള്ള സഹായം കൊണ്ട് നിൽക്കുന്നു. അവരോടൊക്കെ കൈത്താങ്ങാണ്. അതിന് സർവാധിപനം അള്ളാഹ് കനിഞ്ഞു കൊടുത്തേ പറ്റൂ. എന്നെ സംബന്ധിച്ച് ഡയാലിസിസ് സെൻ്ററിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ തുടക്കക്കാരിൽ അതിൻ്റെ തുടക്കത്തിന് വേണ്ട ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. സ്റ്റാർട്ടിങ് ചെയ്ത സമയത്ത് അന്ന് കഴിയുന്ന പ്രവർത്തനത്തിന് നമ്മളെല്ലാവരും ഇതിന് മുമ്പിൽ നിന്നിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നത് 3-4 മിഷ്യന് മാത്രമാണ്, ബെഡൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് വളരെ വിപുലമായി തന്നെ ജീവൻ നിലനിർത്താനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്ന കുടുംബങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ മുമ്പിൽ നിൽക്കാൻ PWC പോലെയുള്ള സംഘടനകൾ, അത് നാട്ടിലായിരുന്നാലും ശരി ഇവിടെ ആയിരുന്നാലും ശരി, വളരെ കൃത്യതയോടുകൂടി കൊട്ടിഘോഷങ്ങളില്ലാതെ, ഞാൻ ഈ സംഘടനയെ കാണുമ്പോൾ ഇപ്പോൾ ഞങ്ങളൊക്കെ അബുദാബിയിൽ പ്രവർത്തിക്കുമ്പോൾ, അത് ഇന്ത്യൻ ഇസ്ലാം സെൻ്റർ ആയിരുന്നാലും ശരി, അബുദാബിയിലെ KMCC പ്രവർത്തനങ്ങളിലൊക്കെ മുമ്പിൽ നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് ചെയ്യേണ്ട കുറേ സംഭവങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവരെ പോലുള്ള ആളുകൾ അബുദാബിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അബുദാബിയിൽ ഇപ്പോൾ ഗൾഫ് നാടുകളിൽ നമ്മളെല്ലാവരും ഇവിടുന്ന് കയറി ചെല്ലുന്നത് അല്ലെങ്കിൽ ഇവിടുന്ന് നാട് വിടുന്നത്
കുടുംബത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഒരു പാസ്പോർട്ട് സംഘടിപ്പിച്ച് ആരുടെയൊക്കെയെങ്കിലും കയ്യും കാലൊക്കെ പിടിച്ചിട്ടാണ് ഗൾഫിലേക്ക് പലരും ചേക്കേറുന്നത്. അവരുടെ കുടുംബ പ്രശ്നങ്ങളുണ്ടാകും, അവരുടെ വീട്ടിലെ വിഷയങ്ങളുണ്ടാകാം, രോഗപ്രശ്നങ്ങളുണ്ടാകാം. സ്വന്തം വീടില്ലാത്തവരാണ് മറ്റുള്ളവരെ വീട്ടിന് വേണ്ടി ഓടുന്നത്. സ്വന്തം വീട്ടിലെ കുടുംബങ്ങൾക്ക് കൃത്യമായി അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു തുക കൃത്യമായി മരുന്നിനോ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കാത്തവരാണ് മറ്റുള്ളവരെ സഹായിക്കാൻ അവരുടെ മരുന്നിന് വേണ്ടിയിട്ട് ഓടുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് ഗൾഫിലുള്ള ഇത്തരം ആളുകൾ. കുറേ ആളുകളുണ്ട്, ചിലർ ജോലി കഴിയും അവരുടെ റൂമിലായിട്ട് ഒതുങ്ങും, മൊബൈലുമായിട്ട് അവരൊതുങ്ങും. മറ്റാളുകൾ അവർക്ക് കിട്ടുന്ന ഈ വിശ്രമവേളകൾ അത് ഇതുപോലുള്ള സോഷ്യൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ഇവിടെയൊക്കെ വരുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ പോകുന്നതിനപ്പുറമാണ്. ഇപ്പോൾ നമ്മളൊക്കെ CS സെൻ്ററൊക്കെ നേരിട്ട് നടത്തുന്ന ആളുകളിൽ ഒരാളാണ്. അതുപോലെ തന്നെ ജീവൻ നിലനിർത്താനുള്ള ഒരു സംവിധാനമാണിത്. WC എന്ന ഏറ്റവും സൈലൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് UAE. അത് പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ സമൂഹത്തിന് മെസ്സേജ് കൊടുക്കണം, ഞങ്ങൾ മാത്രമാവരുത്, നിങ്ങളെല്ലാവരും അതിലേക്ക് പങ്കെടുക്കണം എന്നുള്ള ഒരു മെസ്സേജും ഒരു പ്രോത്സാഹനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കിയത്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, PWC അതേപോലെ ഗൾഫിലുള്ള പല സംഘടനകളും ചാരിറ്റി സംഘടനകളും കൂടി ഒന്നിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു അംബ്രല്ലയുടെ കീഴിലായിട്ടുള്ള രൂപത്തിലേക്ക് സംഗതി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു മുഖ്യ ഉപയോക്താവായിട്ട് പൊന്നാനി ഡയാലിസിസ് സെൻറ്റർ നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. ആ വിവരം അറിയിച്ചില്ലെങ്കിൽ അത് തെറ്റായിരിക്കും, കാരണം ആരും പറഞ്ഞതായിട്ട് കണ്ടില്ല, അതുകൊണ്ട് സൂചിപ്പിച്ചാണ്. പിന്നെ കൂടുതൽ ജിദ്ദ, ഖത്തർ ഇങ്ങനെ എല്ലാം കൂടി കമ്മിറ്റിയാണ് PGCC. ഏകദേശം പൊന്നാനിയിലെ മൊത്തത്തിൽ കൂട്ടിയാലും അതിനേക്കാൾ എത്ര കൂടുതലാണ് ഈ PGCC കമ്മിറ്റി ഡയാലിസിസ് സെൻറ്ററിന് വേണ്ടി കൊടുക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷത്തെ ഡാറ്റ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഗൾഫിൽ നിന്ന് വരുന്ന എമൗണ്ടിൻ്റെ ഒരു വലിയ ഭാഗം പോകുന്നത്, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വിഷമേണ്ടത് പറയാം, ഡയാലിസിസ് സെൻറ്ററിനാണ്. ഒരുപാട് സംഖ്യയാണ്. മുനിസിപ്പാലിറ്റിയുടെ ഒന്നുമല്ല ഞങ്ങൾ PGCCയുടെ ഓരോ സംഘടന കൊടുക്കുന്ന എമൗണ്ടും. അതുപോലെ തന്നെ പെൻ ആൻഡ് പാലിറ്റീവ് ആയാലും മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ PGCC ചെയ്യുന്ന വളരെ എന്താ പറയുക, ഇതിനൊന്ന് അപ്രീസിയേറ്റ് ചെയ്താൽ മതിയാവില്ല. അത്രയും പ്രവർത്തനങ്ങളാണ് ഗൾഫിലുള്ള ഞങ്ങളുടെ സഹോദരന്മാർ എന്ത് ചോദിക്കുമ്പോഴും അവരെ ഫണ്ട് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിലായി PGCC ചെയ്യുന്നത്. ഒരു സന്തോഷ വാർത്തയും കൂടി അറിയിക്കാൻ, ഞങ്ങളുടെ ബിൽഡിങ് വളരെ പെട്ടെന്ന് തന്നെ പള്ളപ്പുറം ഭാഗത്ത് സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ട്, വരും. അവിടെ ഇതിനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങളതിൻ്റെ ഒരു ഫ്ലോർ ഉപയോഗപ്പെടുത്താണെന്നും കൂടി നിങ്ങൾ അറിയിക്കുന്നു. പ്രവാസികൾക്ക് വേണ്ടിയിട്ടും ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കാരണം കൂടുതൽ സമയം ഞാൻ ഇവിടെ ആയിട്ടുണ്ടാവലുണ്ട്. അപ്പോൾ ഡയാലിസിസ് സെൻ്ററിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ആരോടും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കാരണം പ്രവാസികളിൽ തന്നെ നല്ലൊരു ശതമാനം ഇവിടെ എത്തിയ അസുഖമുള്ളവർ ഇവിടെ തന്നെ കുറേ എണ്ണം ഇപ്പോഴും ഉണ്ട്. പ്രവാസികൾ പ്രത്യേകിച്ച് റിയാദ്, ദമാമിലുള്ള ആളുകൾ ഇപ്പോഴും ഇവിടെ ഇതിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ഡയാലിസിസ് സെൻ്ററിന് വേണ്ടി ചെയ്യുക. ഈ 80 കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ അബുദാബിയിലുള്ള സമയത്ത് പൊന്നാനി ഹൗസ് എന്നറിയപ്പെടുന്ന ഒരു സംഭവമാണ്. അതിൽ നിന്ന് പുരോഗമിച്ചതാണ് PWC. അന്ന് പൊന്നാനി ഹൗസ് ഞങ്ങളൊരു 10-200 ദിർഹംസ്, പൊന്നാനി ജമായത്തായിട്ടില്ല, പൊന്നാനി ഹൗസ് എന്നാണ് അറിയപ്പെടുക. അതായത് ജോലി ഇല്ലാത്തവരും അതായത് ഒരു 10-15 പേര് ഒരുമിച്ച് താമസിക്കുകയാണ്. 200 ദിർഹംസ് കൊടുത്തിട്ട് അതിൽ 2-3 പേർക്ക് ജോലി ഉണ്ടാവും, ബാക്കി ജോലി ഒക്കെ സാക്ഷികളാണ്. ബാക്കി ആർക്കും ജോലി ഉണ്ടാവില്ല. അപ്പോൾ ഒരു ചാക്ക് അരി മേടിക്കല്ലേ, ഒരു ചാക്ക് അരി മേടിക്കും, അവിടെ കൊടു നിൽക്കും. ഉച്ചയ്ക്ക് എന്താ വേണ്ടി, ആരെങ്കിലും ഒരാൾ എണീറ്റ്, കാരണം ജോലി ഇല്ലാത്തവർ ആരെങ്കിലും ഒരാൾ എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കും. അല്ല പിന്നെ നദയുടെ 2 രൂപയുടെ 5 രൂപയുടെ അല്ലെങ്കിൽ ടൈർ എന്തെങ്കിലും മേടിക്കും, അത് കലക്കും, എല്ലാവരും കൂടെ കുടിക്കും. അങ്ങനെ പുരോഗമിച്ചിട്ടാണ് ഈ PWC ആയത്. വല്ലാത്തൊരു അനുഭവമാണ് അതൊക്കെ. അന്ന് ചുരുങ്ങിയ 400-450 ദിർഹം കൊടുക്കണം, അന്ന് 1000 ഇന്ത്യൻ റുപ്പീസ് കിട്ടണമെങ്കിൽ. ആ കാലഘട്ടമാണ് 505. അതിൽ നിന്ന് പുരോഗമിച്ച് എന്തായാലും അൽഹംദുലില്ലാഹ് അങ്ങനെയൊക്കെ ആയി. എന്തായാലും പൂർണ്ണ സഹകരണം, പൊന്നാനി വെൽഫെയർ കമ്മിറ്റിയുടെ പൂർണ്ണ സഹകരണം ഉണ്ടായെങ്കിലും മുനിസിപ്പാലിറ്റി എല്ലാവർക്കും പറയാനുള്ളതാണ്, മുനിസിപ്പാലിറ്റിയുടെ കൂടുമ്പോഴാണ് 2 കൈമേട് കൂടുമ്പോഴാണ് നമുക്കിത് കൂടുതലാവുള്ളൂ. പക്ഷേ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് കുറയട്ടെ. ഇത് കൂടാതെ രോഗികൾ കൂടാതെ നമുക്ക് എമൗണ്ട് കൂട്ടി മറ്റുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്നാണ്. അപ്പോൾ ഒരു വലിയൊരു ചടങ്ങ് കഴിഞ്ഞ പൂർണ്ണ സംതൃപ്തിയും അഭിമാനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്.
നമ്മുടെ ബഹുമാന്യ ചെയർപേഴ്സൺ, ഞങ്ങളുടെ ഈ പുതിയ അടുത്ത ചാർജ് ചെയർപേഴ്സണും വൈസ് ചെയർമാനൊക്കെ പങ്കെടുത്ത് പോയ ഒരു പരിപാടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ, ചിലപ്പം പുതിയ വർഷമായല്ല, ആദ്യത്തെ പരിപാടി ആകാം, അല്ലെങ്കിൽ ആവാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ഉൾപ്പെടുത്തിയുള്ള ആദ്യത്തെ പരിപാടിയാണ്. കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരു അരനൂറ്റാണ്ടിനപ്പുറം ഏകദേശം 70കളിൽ പൊന്നാനിയിലെ പ്രവാസം തുടങ്ങിയ കാലഘട്ടത്തിൽ UAE അബുദാബിയിൽ വന്ന് താമസാക്കിയ കൂട്ടായ്മയാണ് പൊന്നാനി വെൽഫെയർ അസോസിയേഷൻ. നമ്മൾ വളരെ മുൻഗാമികളായ നമ്മൾ ആളുകളൊക്കെ നമ്മൾ സ്മരിക്കുകയാണ് സന്ദർഭത്തിൽ. വട്ടിങ്ങൽ ഹംസക്കയെ പോലെയുള്ള, കുഞ്ഞാക്കയെ പോലെയുള്ള ഒരുപാട് ആളുകൾ, ആബിദക്കയെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ നടത്തി. അപ്പോൾ പൊന്നാനി വെൽഫെയർ കമ്മിറ്റി ഇന്ന് നടത്തിയത് എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു വലിയൊരു എമൗണ്ടിനുള്ള ഈ ഡയാലിസിസ് സെൻ്ററിന് ആവശ്യമായ ബെഡുകൾ, ഏകദേശം 10ഓളം ബെഡുകളും അതോടൊപ്പം തന്നെ അതിൻ്റെ ഇവിടെ ടേബിളൊക്കെ അടക്കം വലിയൊരു എമൗണ്ടിന് ഇന്ന് ചിലവാക്കിയിരിക്കുകയാണ്. ഞങ്ങളിത് പല പ്രാവശ്യമായിട്ട് ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നും ഈ ഇത്തരം നാട്ടിലുള്ള ഇതിനെ ചേർത്ത് പിടിക്കാൻ പൊന്നാനി കമ്മിറ്റി എന്നും മുൻപന്തിയുണ്ട്. ഇതേപോലെ മുൻപ് കോവിഡ് വന്ന സമയത്താണെങ്കിലും വെള്ളപ്പൊക്കം വന്ന സന്ദർഭങ്ങളിലൊക്കെ ഇവരെ ചേർത്ത് വന്നു. സാധാരണക്കാരായ ആളുകളാണ് സത്യത്തിൽ അധികം. നമ്മുടെ പൊന്നാനിയിൽ നമ്മൾ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പൊന്നാനി വലിയൊരു ഗൾഫ് പോക്കറ്റല്ല. അത് മാത്രമല്ല വലിയൊരു ബിസിനസ് സമൂഹം ശരിക്കും പറഞ്ഞാൽ അബുദാബിയിലല്ല UAE തന്നെ ഇല്ലാതെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പരിമിതികളുള്ളിൽ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനമാണ്. ഇത് നാട്ടിൽ ഞങ്ങൾക്ക് ഒരുപാട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഈ പൊന്നാനി ഈ വെൽഫെയർ കമ്മിറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ PGC ഒരു അംബ്രേലിൻ്റെ കീഴിൽ ഒരു PGC ഒരു സംഭവമുണ്ട്. അവരാണ് എല്ലാ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത്. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ ഒരു ചാരിറ്റിയാണ് നടത്തുന്നത്. ചാരിറ്റി മാത്രം, അതായത് ഖത്തർ, അബുദാബി, ദുബായ്, റിയാദ്, ജിദ്ദ, ദമാം, ഒമാൻ അടക്കമുള്ള കമ്മിറ്റി. ഇന്നിപ്പോൾ ഞങ്ങളൊരു സ്ഥലം എടുത്തു കഴിഞ്ഞു. അതിൻ്റെ ഒരു കെട്ടിടം ഉണ്ടാക്കാമാണ്. അതിൻ്റെ കിട്ടുന്ന കൊമേഴ്ഷ്യൽ ഫ്ലോട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനം പോലും ഇവിടുത്തെ ചാരിറ്റി സംഘങ്ങൾക്ക് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഞാൻ മൊത്തത്തിൽ പറഞ്ഞു തരുന്നത്, ഇപ്പോൾ ഈ പ്രവാസികൾ നല്ലൊരു ശതമാനം അവിടെ നിൽക്കുമ്പോൾ തിരിച്ചൊഴുക്ക് റിവേഴ്സാണ് ഇപ്പോൾ തോന്നുന്നത്. ഈ സന്ദർഭത്തിൽ ഒരുപാട് ആളുകൾ സാധാരണക്കാരാണ്. ഈ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരുപാട് വീടുണ്ടാക്കിയതായിരിക്കും, കല്യാണം കഴിച്ചവരായിരിക്കും, പെങ്ങളെ കെട്ടിച്ചവരായിരിക്കും. ഇന്ന് പലവരും ഒരുപാട് കാര്യങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മളൊരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ പല കാര്യങ്ങൾക്കും വേണ്ടത്ര അധികൃതർ ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അധികൃതർ ശ്രദ്ധയിൽ പെടുത്തണമെന്നും കൂടി നമ്മളൊരു ആഗ്രഹമുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകിച്ച് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കൊന്നും വേണ്ട രീതിയിലുള്ള ഒരു സംഗതികൾ കിട്ടുന്നില്ല. അപ്പോൾ അതൊക്കെ അധികൃതരുടെ ശ്രദ്ധയിൽ പെടുത്താനും കൂടി ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്.